മാനിഫെസ്റ്റേഴ്സിന്റെ സക്സസ് സ്റ്റോറി പറയട്ടെ. യെസ്, പറയൂ പറയൂ. ചെറുതാക്കുന്നതിന് അതിങ്ങനെ ചെറുത് വലുതായി പോവല്ലേ? സാറേ, ഞാൻ മിനിങ്ങാന്ന് എനിക്ക് 35,000 കിട്ടിയ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞിരുന്നല്ലോ. മിനിങ്ങാന്ന് ഞാൻ ചുമ്മാ വിഷ്വലൈസ് ചെയ്തതാണ്. സാറിന്റെ വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ട് ചുമ്മാ സാറിന്റെ ഒപ്പം തന്നെ വിഷ്വലൈസ് ചെയ്തതാണ്. എന്റെ അനിയത്തി ചുരിദാർ ഓണക്കോടി എടുത്തോണ്ട് വരുന്നത് ഒന്ന് വിഷ്വലൈസ് ചെയ്തു, ചുമ്മാ വിഷ്വലൈസ് ചെയ്തു. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവള് ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓണക്കോടി എടുത്തോണ്ട് കറക്റ്റ് ഞാൻ കണ്ട കളർ ഒരു പീക്കോക്ക് കളറിലുള്ള ചുരിദാറാണെന്ന് പറഞ്ഞ് കറക്റ്റ് എനിക്ക് കിട്ടിയത് പീക്കോക്ക് കളറിലെ ചുരിദാർ. ബാക്കി എല്ലാവരുടെയും കളറൊക്കെ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയത് കറക്റ്റ് ആ കളറിലെ ഒരു ചുരിദാറിന്റെ മെറ്റീരിയൽ. അടുത്ത് തന്നെ ഒരു 2 ലക്ഷത്തിന് വിഷ്വലൈസ് ചെയ്യണം. ഞാൻ വലിയൊരു സാധനം വിഷ്വലൈസ് ചെയ്യുക, അത് റിസൾട്ട് വരട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ സാറിനോട് പറയാം. ഓക്കെ, ഇതിനകത്ത് വെരി ഗുഡ് കൺഗ്രാറ്റുലേഷൻ. നമുക്ക് ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നേടുമ്പോഴാണ് നമുക്ക് വലുത് നേടാനുള്ള കരുത്തുണ്ടാവുന്നത്, വലുത് നേടാനുള്ള എന്താ പറയുക അക്സെപ്റ്റൻസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ചെറുത് കിട്ടുമ്പോൾ നിങ്ങൾ അതിനെ അഭിനന്ദിക്കൂ, അതിനെ ആഹ്ലാദിക്കൂ, സന്തോഷിക്കൂ. ഇതൊരിക്കലും മറക്കരുത്, അത് നന്ദിയോടെ കാണൂ, ഒക്കെ ചെയ്യൂ. അപ്പോൾ അടുത്തത് വരും, വന്നുകൊണ്ടേയിരിക്കും. പ്രപഞ്ച സത്യം. എനിക്ക് തോന്നുന്നു ഇന്ന് ആര് നമ്മുടെ കുറെ ആൾക്കാര് എനിക്ക് മെസ്സേജ് അയച്ച് എനിക്ക് കിട്ടിയിരുന്നു. ഒരുപാട് ആൾക്കാർ വലിയ വലിയ മാറ്റങ്ങൾ, കുറെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അവരെ സംബന്ധിച്ച്. പക്ഷെ നമ്മളെ സംബന്ധിച്ചത് വലിയ മാറ്റമാണ്. കാരണം ഹലോ പറഞ്ഞു മുമ്പ് ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ചെല്ലും പിള്ളേരുടെ അടുത്ത്. അങ്ങനെ ഭയങ്കര വഴക്കും വൈതരണി ബഹളമൊക്കെ ആയിരുന്നു. സന്ധ്യാസമയം മിക്കവാറും അടിയും ബഹളമാ. ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ക്ലാസ്സിൽ കയറുന്നില്ലാത്തത് കൊണ്ട് ഇവരോട് അവരെന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വന്നു കഴിയുമ്പോൾ ഇവിടെ പിള്ളേരെ ഞാൻ വഴക്ക് പറയുന്നത് കേൾക്കുമ്പോൾ അമ്മ ഇടപെടും. അങ്ങനെ ഇവിടെ മൊത്തം ഞങ്ങളിവിടെ ഒരു ചെറിയ തൃശ്ശൂർ പൂരാവും വൈകുന്നേരം. പക്ഷെ അത് ശരിക്കും ഒരു 3-4 ദിവസമായിട്ട് ശരിക്കും അതിലും ഭയങ്കര മാറ്റമുണ്ട്. ഞാൻ ശരിക്കും സെൽഫ് കൺട്രോളാ. മൈൻഡ് കൈവിട്ട് പോകരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. എനിക്ക് ദേഷ്യം വരുമ്പം മൈൻഡ് കൈവിട്ട് പോകത്തില്ല, ഞാൻ മൈൻഡ് കൈവിട്ട് പോവില്ല എന്നിങ്ങനെ പെട്ടെന്ന് ചിന്തകളെ ഇങ്ങനെ മാറ്റി ഇപ്പം ഞാൻ പിള്ളേരുടെ അടുത്ത് ദേഷ്യപ്പെടുന്നില്ല. അതുകൊണ്ട് അമ്മ വഴക്കില്ല, പിള്ളേരും വഴക്കില്ല. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ 103-ലാണെന്നിപ്പോ. ഓക്കെ, വെരി ഗുഡ്. ഇനിയും വരാൻ ഒരുപാട് ആൾക്കാർ പുറത്തുണ്ടാവും, വരട്ടെ. കുറച്ചു നേരം കൂടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഇന്ന് പെട്ടെന്ന് ക്ലാസ് തീർക്കും. ഞാൻ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ എനിക്ക് എയർപോർട്ടിലേക്കുള്ള യാത്രയാണ്. ഒരു ദിവസം. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പെട്ടെന്ന് വരൂ, ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ക്വിക്കായിട്ട് ആരായാലും പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടോ അതിനൊന്ന് അൺമ്യൂട്ട് ചെയ്യാ, പറഞ്ഞോളാം. സാർ, ഞാനിപ്പോ 4 ദിവസത്തിലായല്ലോ കേറിയിട്ട്. എന്റെ പേര് രേണുദേവി. സാറൊന്ന് ഞാനൊന്നും ചോദിക്കാണ്ട് സാറൊന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നില്ലേ വിഷ്വലൈസ് ചെയ്തോ എന്ന്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നതിന്റെ ട്രിപ്പിൾ ഇരട്ടി ആയി സാറ് ബിസിനസ് ഇപ്പം. ഒത്തിരി സന്തോഷം. നമ്മൾ പറഞ്ഞത് വളരെ ഹാപ്പിയാണ് എനിക്ക്. നമ്മൾ ആദ്യം ആ മീറ്റിംഗിൽ നമ്മൾ ഫേസ് ടു ഫേസ് പറഞ്ഞ കാര്യമാണ്. ഞാനൊരു കൃഷ്ണന്റെ മുമ്പിൽ കുചേലൻ ചെന്നിക്കണമല്ലോ, എനിക്കൊന്നും പറയാനില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ. ഒരു സാർ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞ് വിഷ്വലൈസ് ചെയ്തോളൂ. വെരി ഗുഡ്. അതിങ്ങനെ ഉയരട്ടെ, അത് വളരട്ടെ. നിങ്ങളുടെ ആ നല്ല നിങ്ങൾ ആദ്യം ക്യാമറ ഓൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര പുഞ്ചിരിയാണ് നിങ്ങളുടെ മുഖത്ത്, പിന്നെ വേറെ ഒന്നും വേണ്ട, നിങ്ങൾ അതിലൂടെ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ട് പൊക്കോളുമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ അത്രയും ഹൃദ്യമായി പുഞ്ചിരിക്കുന്ന ഒരാളാണ്. ഏറെ സന്തോഷം. ഇനിയും ഒരുപാട് നല്ല നല്ല ന്യൂസുകളുമായിട്ട് വരട്ടെ. നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ വലിയ വലിയ ന്യൂസുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവട്ടെ. ബാക്കി എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്നുള്ളതാണ്. വേറെ ആർക്കെങ്കിലും എന്തും പറയാനുണ്ടോ? യെസ് രാധിക, പെട്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കടക്കാൻ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഗ്രൂപ്പിൽ പറയുന്നതിന് ഇവിടെ തന്നെ പറയാം. റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യാം അല്ലാണ്? Anybody want to say anything? It's finished. Anybody ask me any questions? Yes. വരട്ടെ. ഇനി ഞാൻ പറയണോ? കമാ റെഡി ആണെങ്കിൽ നമ്മുടെ ക്യാഷ്വൽ ഒരു മാറ്റവും വേണ്ട. ഞാൻ പറയേണ്ട ആവശ്യമില്ലാതെ ഇവിടെ ആൾക്കാർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. റെഡി. യെസ്, റെഡി.
വരട്ടെ. നമ്മൾക്ക് ഇന്ന് ആദ്യം തന്നെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് പോവാം. അതല്ലേ ഒരു നല്ലത്. ഫസ്റ്റ് നമുക്കൊരു പ്രോമിസ് കൊണ്ട് മുമ്പോട്ട് പോകാം അല്ലെ. ഇന്നത്തെ ക്യാപ്ഷൻ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ ആഗ്രഹമുണ്ടോ? അതായത് നിങ്ങൾ സ്വയം ജീവിതത്തെ ഒരു മാറ്റിമറിക്കലിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയണോ? ടൈപ്പ് യെസ്. ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഇന്നത്തെ 128 പേർക്കും ഉണ്ടാവും. വി ആർ ക്രോസിംഗ് വൺ മോർ മൈൽ സ്റ്റോൺ. 128 still is growing now. Thank you very much. Thank you the universe. Thank you the Almighty. എന്താ പറയാ, ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തുതി. ഇനിയും ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇതിൽ വരട്ടെ, ഒരുപാട് ആൾക്കാർ കൂടെ നിൽക്കട്ടെ. ജീവിതം മാറ്റിപ്പെടട്ടെ, അവരെല്ലാവരും ജീവിതത്തെ മാറ്റട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. അപ്പോൾ ജീവിതം മാറ്റിയെടുക്കാം. പക്ഷേ ജീവിതം മാറ്റിയെടുക്കാൻ നിങ്ങളെല്ലാം തയ്യാറാണ്. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇതിന് എത്ര പേർക്ക് ഉത്തരം ഉണ്ടാവും എന്ന് പറയാം. ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾ തയ്യാറായത്? ആത്മാർത്ഥമായിട്ട് നിങ്ങൾ തയ്യാറായവർ എത്ര പേരുണ്ട്? ഞാൻ എന്നെ മാറ്റുക തന്നെ ചെയ്യും, എന്റെ മാറ്റം എനിക്ക് അനിവാര്യമാണ്, ഞാൻ എന്നെ മാറ്റുക തന്നെ ചെയ്യും. ഓരോ ആളും അവരവരോട് മാത്രം പറയേണ്ട സത്യവചനമാണത്. ഓരോ ആളും അവരോട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യവചനമാണ്. എന്ത് തന്നെയായാലും ഞാൻ എന്നെ മാറ്റിക്കൊണ്ടിരിക്കും. മാറ്റം തയ്യാറായി കഴിഞ്ഞവനെ തടുക്കാൻ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും പറ്റില്ല. കാരണം അവൻ തീരുമാനിച്ചുറച്ചാണ് നിൽക്കുന്നത്. അവൻ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു ഞാൻ മാറുമെന്ന്. സോ ഹു ക്യാൻ സ്റ്റോപ്പ് ഹിം? നോബഡി ക്യാൻ. കാരണം ദൈവത്തിനാണ് ഏറ്റവും പരമശക്തിയുള്ളത്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ദൈവത്തിനാണ് പരമശക്തിയുള്ളത്. ദൈവത്തിന് എന്താണ് ആവശ്യം? ദൈവത്തിന് ഒറ്റ ആവശ്യമേ ഉള്ളൂ, നമ്മളെല്ലാം നല്ലവരായി തീരണം. ദൈവത്തിന്റെ കാംക്ഷ ഒറ്റയേ ഉള്ളൂ. പിശാചിന്റെ കയ്യിൽ പെടാതെ, സാത്താന്റെ കയ്യിൽ പെടാതെ നമ്മൾ നല്ല കുട്ടികളായി മാറണം, നല്ലവരായി തീരണം. അത് മാത്രമേ നമുക്ക് ദൈവത്തിന് ആഗ്രഹമുള്ളൂ. അപ്പോൾ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നല്ലവരാകുമെന്ന് പറയുമ്പോൾ നമ്മൾ നല്ലവരായാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മളെ മാറ്റപ്പെടുത്താൻ തയ്യാറായാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ. ഇല്ലെങ്കിലോ മറ്റ് കാര്യങ്ങളിലൊക്കെ നമ്മൾ പെട്ടുപോകും. ഇന്ന് നമ്മൾ ഈ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റും കൂടി തന്നിട്ടാണ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. കാരണം ഇത് നിങ്ങൾക്കല്ല യഥാർത്ഥത്തിൽ തരുന്നത് എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന എന്താ പറയാ, ഇപ്പോൾ ഞാൻ പറയുന്നു ഈ കണ്ടീഷനിൽ ആയിരക്കണക്കിന് ആൾക്കാർ, നാളെ അത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി അവർക്ക് ഈ ഓഫർ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നാളെയും മാത്രം കാണുന്ന ഇന്നിപ്പോ 5/9/2024 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് നാളെ 6/9/2024 നിങ്ങൾ ഇത് കാണും. നിങ്ങൾക്കും ഒരു ഓഫർ ഞാൻ തരികയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്താനുള്ള ഒരു സൂത്രവഴി മാത്രം. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കേൾക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇതിനപ്പുറത്ത് ഇവിടെ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയായിരിക്കും? അവിടെ എങ്ങനെയായിരിക്കും മാറ്റം ഉണ്ടാവുന്നത്? എല്ലാവരും അവൈറ്റിംഗ് ആണെന്നറിയാം. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ഒരുപാട് ആൾക്കാർ ചെയ്ത് അവൈറ്റ്. സാറ് തുടങ്ങിയില്ല ആയില്ല, വെയിറ്റ്. എന്താ അറിയോ, വെയിറ്റിംഗ്. നിങ്ങൾ പേഷ്യൻസ് ആദ്യം ഞാൻ കാണണം. ഒന്നും ധൃതിയിൽ നടക്കില്ല. എല്ലാത്തിനും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ആസ്ക്, ബിലീവ്, ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ അല്ലേ. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ മാത്രമേ സംഭവിക്കുള്ളൂ. മിറാക്കിൾ വിൽ ഹാപ്പൻസ് ഓൺലി ദ ടൈം കംസ് അല്ലേ. മിറാക്കിൾ സംഭവിക്കുകയാണ് ചെയ്യും, യാതൊരു തർക്കമല്ല. ബട്ട് ദർ ഇസ് എ ടൈം ഫോർ ഇറ്റ്. ആ ടൈം നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാണ്. അപ്പോൾ മാറാൻ തയ്യാറായവർ എടുക്കേണ്ട പ്രധാനമായ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയടിക്ക് നാളെ രാവിലെ മാറ്റിക്കളയുമെന്നുള്ള പ്രതിജ്ഞയുമായിട്ട് ആരും പോവരുത്, ദയവ് ചെയ്തു പോവരുത്. നടക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കണം? ബേബി സ്റ്റെപ്സ്, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ. ആർക്കും വേദനയില്ലാതെ ഒരു കുഞ്ഞിനെ പിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്?
പതുക്കെ ഒന്ന് പിച്ച്, പിന്നെയും പിച്ച്, അല്ലേ? എല്ലാവരും മക്കളെയൊക്കെ പിച്ചൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഒറ്റ ഒറ്റ പിഞ്ഞോ ഇല്ല, പതുക്കെ പതുക്കെയാണ്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്ത് വലിയ മാറ്റം ഉണ്ടാകും. ഇറ്റ്സ് കോൾഡ് ആസ് കോമ്പൗണ്ടിങ് എഫക്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മണിയുടെ കാര്യം വരുമ്പോൾ അത് കോമ്പൗണ്ടിങ് എഫക്ട് എന്ന് പറയും. അല്ലെങ്കിൽ മറ്റു രീതിയിൽ നിങ്ങൾ എങ്ങനെ വേണം വിളിച്ചോളൂ. ഇവിടെ നോക്കൂ, ജീവിതം മാറ്റിമറിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കാൻ മതി, അത്ഭുത ശക്തി മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്തിനെ മാറ്റിയാൽ മതി? ആ അത്ഭുത ശക്തി എവിടെയുള്ളത്? എനിബഡി നോസ് ഇറ്റ്? ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഒറ്റ സാധനം മാറ്റിയാൽ മതി, ബാക്കി എല്ലാം മാറിക്കോളും. നിങ്ങൾ ആൻസർ ആണ് വേണ്ടത്. ആൻസർ പ്രത്യേക ഒരു സ്ഥലത്തിരിക്കും, 4 അക്ഷരം മാത്രം, ഇംഗ്ലീഷ് 4 അക്ഷരം മാത്രമുള്ള ഒരു സ്ഥലം ഒന്ന് ട്യൂൺ ചെയ്തെടുത്താൽ മതി. അതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അണ്ടകടാഹത്തിലെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സും അത് തന്നെയാണ്. അതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മാറ്റാൻ പറ്റും. യെസ് എല്ലാവരും എൻ്റെ ഹൗ താങ്ക്ഫുൾ ഐ ആം ഹിയർ. എത്ര നല്ല ഒരു ആൾക്കാരോടാണ് ഞാൻ ഈ സംവദിക്കുന്നത് ഇവിടെ. എത്ര വിശാല മനസ്സ് തുറന്നിരിക്കുന്ന മനസ്സുമായിരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ സംവദിക്കുന്നതെന്ന് ആലോചിക്കും. ഞാൻ എത്ര ഭാഗ്യവാനാണ് എൻ്റെ ദൈവമേ. എല്ലാവർക്കും അറിയാം, ആരും പുതിയതല്ല, എല്ലാവർക്കും അറിയാം മാറണമെന്നത്. അപ്പോ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ നാനാവിധമായ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഒറ്റ ആഗ്രഹങ്ങളല്ല നമുക്ക്. അതെന്തൊക്കെ ഉണ്ടാവാം? ധനസമൃദ്ധി ആവാം, സന്തോഷമാവാം, സുഖജീവിതമാകാം, അങ്ങനെയുള്ള പല തരത്തിൽപ്പെട്ട ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഇവിടെ ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നവയാണ്, ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്നവരുമാണ്. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ചിലതാണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നത്. ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നമ്മൾ ശാരീരികവും മാനസികവുമായ ശ്രമങ്ങൾ മാത്രം കൊണ്ട് സാധിക്കില്ല. അതിനപ്പുറത്തേക്ക് നമ്മളെ പാകപ്പെടുന്ന ഇതിന് മേൽ ബോധത്തിലുള്ള ഒരു അത്ഭുത ശക്തിയുണ്ട്. ആ അത്ഭുത ശക്തിയെ നമ്മൾ വിശ്വസിക്കണം. ആ അത്ഭുത ശക്തിയിൽ നമ്മൾ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ താതാത്മ്യപ്പെടണം. ആ അത്ഭുത ശക്തിയെ നമ്മൾ അറിയണം. ആ അത്ഭുത ശക്തി അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് സാധ്യമാവുകയുള്ളൂ. ആ അത്ഭുത ശക്തിയെ പാകപ്പെടുത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാകുള്ളൂ. അതിൽ കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള പ്രതിജ്ഞ എടുത്താൽ മതി. അത് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ബോധം കൊണ്ടുവന്നാൽ മതി. പറയുന്ന ഓരോ വാക്കിലും, ചിന്തിക്കുന്ന ഓരോ ചിന്തയിലും, പറയുന്ന ഓരോ വാക്കിലും, നോക്കുന്ന ഓരോ നോട്ടത്തിലും, കേൾക്കുന്ന ഓരോ കേൾവിയിലും, തൊടുന്ന ഓരോ സ്പർശനത്തിലും, അങ്ങനെ നമ്മൾ എടുക്കുന്ന ഓരോ പഞ്ചേന്ദ്രിയങ്ങൾ സ്വീകരിക്കുന്ന ഓരോന്നിനെയും ഒരു ഫിൽട്ടറേഷൻ കൊണ്ടുവന്നാൽ മതി. ഇതെനിക്ക് ആവശ്യമില്ല, ഐ വിൽ കീപ്പ് അവേ ദിസ്. ഇതെനിക്ക് ആവശ്യമുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കഥയുണ്ട്. നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രണ്ട് തരത്തിലാണ് ഒരു തരത്തിൽ ലഹളയും മറ്റു സ്ഥലത്ത് സന്തോഷമാണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കുന്ന സ്ഥലം ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർ ഒറ്റ ഉത്തരം പറയും. പക്ഷെ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നത്, സാറേ കരയുന്നിടത്തേക്കേ അല്ലേ നോക്കുള്ളൂ. അതല്ലേ നമ്മളൊക്കെ അവസ്ഥ അതല്ലേ. എൻ്റെ ജീവിതം ഇങ്ങനെയല്ലേ ആയിപ്പോയില്ലേ. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതല്ല സുഹൃത്തുക്കളെ, എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതാണ്, ഇങ്ങനെ ആയതല്ല. എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം അങ്ങനെ ആക്കാനും എന്നെ കൊണ്ട് പറ്റും. സ്വാഭാവികമായ പ്രക്രിയയാണ്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. ഇത് പഠിക്കാനും അറിയാനും വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട, PhD എടുക്കാനൊന്നും ആരും പോണ്ട, സൈക്കോളജി പഠിക്കാനൊന്നും ആരും പോണ്ട. എല്ലാവർക്കുമുള്ള ബേസിക് ആയിട്ടുള്ളതാണ് തോട്ട്സ് എന്ന് പറയുന്നത്, ചിന്തകൾ എന്ന് പറയുന്ന സാധനം. ഇതിനൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ള ബോധം എനിക്കുണ്ടായാൽ മതി. ഇത് ശരിയായതാണോ ഞാൻ ഉപയോഗിക്കുന്നത് ബോധമുണ്ടായാൽ മതി. ഇതുണ്ടായിക്കഴിഞ്ഞാൽ മാറ്റം അവിടെ നടന്നിരിക്കും. ഇങ്ങനെ മാത്രമേ മാറ്റം സാധ്യമാവുള്ളൂ. നിങ്ങൾ ഇനി എത്ര വലിയ കോഴ്സ് പോയി പഠിച്ചോ, എത്ര വലിയ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞു, പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെയൊക്കെ പോയിക്കോ, അവർക്കെല്ലാം വന്ദനം. അവരെല്ലാം സ്നേഹിച്ചാലും നിങ്ങൾ തീരുമാനിക്കാത്തിടത്തോളം കാലം, അവനവൻ തീരുമാനിക്കാത്തിടത്തോളം കാലം ഒരു ഗുരുവിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഗുരുവിൻ്റെതായ മിറാക്കിളുകൾ ഉണ്ടാവും, അത് മറ്റൊരു തരത്തിലാണ്. പക്ഷേ
അതൊന്നും അല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ സാധാരണ മനുഷ്യരാണ്, നമ്മൾ പച്ചയായ മനുഷ്യരാണ്, മജ്ജയും മാംസവുമുള്ള, അതിനുവേണ്ടി ജീവിക്കുന്ന, സുഖലോലുപതക്കായി ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്. മാനസികമായുള്ള എല്ലാ ഇമോഷൻസുമുള്ള ഒരു സാധാരണ മനുഷ്യരാണ്. അതിൻ്റെ അപ്പുറത്തെ തലങ്ങളിൽ പോയാൽ പിന്നെ അതിന് വേറൊരർത്ഥമാണ്. നമ്മൾ 3rd ഡയമെൻഷൻ ജീവിക്കുന്ന മനുഷ്യനാണ്. 4th ഡയമെൻഷൻ നമ്മളെ പറ്റി അറിയില്ല. ആത്മാവിന്റെ ശക്തിയെ പറ്റി നമുക്കറിയില്ല. അത് അതീന്ദ്രിയമാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അത് സ്പിരിച്വാലിറ്റിയുടെ മറ്റൊരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ സാധനത്തെ മൊത്തത്തിൽ നമ്മൾക്ക് നമ്മളെ തന്നെ പാകപ്പെടുത്താൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 4 സ്റ്റെപ്പ് മാത്രമേ ജീവിതത്തെ മാറ്റാൻ വേണ്ടൂ. 4 സ്റ്റെപ്പ്. അത് ഒരു സ്റ്റെപ്പ് വെച്ചാൽ ബാക്കി 3 എണ്ണം ഒരു പന്തെടുത്ത് തള്ളിക്കൊടുത്താൽ അത് പോകുന്ന പോക്ക് കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ നമ്മൾ റോളറിലിട്ട് പന്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? ആദ്യം ഒന്ന് ഇടാൻ മാത്രമേ വിഷയമുള്ളൂ. പിന്നെ അതിങ്ങനെ കറങ്ങി പൊക്കോളൂ അല്ലെ. പന്തല്ലെങ്കിൽ നമ്മൾ വീലെടുത്ത് പറഞ്ഞാലും ശരി, വീല് ആദ്യം തള്ളി വിടാൻ മാത്രമേ പ്രശ്നമുള്ളൂ, പിന്നെ പൊക്കോളൂ. അപ്പം അതുപോലെ നമുക്ക് മാറ്റം ആവശ്യമാണെങ്കിൽ ഒറ്റ സാധനത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിനെ നന്നാക്കിയാൽ മാത്രം ദ പ്രൊഡ്യൂസിങ് ഓഫ് യുവർ തോട്ട്സ്, ചിന്തകളെ നിങ്ങൾ നിർമ്മിക്കുമ്പോൾ വേണ്ടതെന്നാണ് പറയുക. അപ്പൊ എങ്ങനെയാണ് ചിന്തകളെ നമ്മൾ ഇതാക്കുക, ചിന്തകളെ മാറ്റപ്പെടുത്തുന്നത്? ചിന്തകളെ മാറ്റപ്പെടുത്തുന്ന ടോട്ടലായിട്ടുള്ള 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, എൻ്റെ ജേർണി ടു ഹാപ്പിനെസ്സിൽ എങ്ങനെയാണ് ചിന്തകൾ ഉണ്ടാവുന്നതും എങ്ങനെയാണ് ആ ചിന്തകളെ മാറ്റേണ്ടതെന്നും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. കൃത്യമായി ഞാൻ അതിൻ്റെ ഫുൾ സിസ്റ്റത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇനി രണ്ടാമതായി, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന നിങ്ങളെല്ലാവരും അവൈറ്റിംഗ് ആയിട്ടുള്ള കോഴ്സ്, അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടി എൻ്റെ യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ഒരു കാര്യം ഒന്നുകൂടി പറയുകയാണ്. ഒരു ഓഫറും കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. കാരണം അത് ഫണ്ടമെന്റലാണ്. ആകർഷിക്കാൻ കഴിവുള്ളവൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത്. മാനിഫെസ്റ്റേഷൻ പവർ ഉള്ളവൻ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടുള്ളൂ. എങ്ങനെ? എല്ലാ കാര്യത്തിലും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം ചോദിക്കാം. ഇവിടെ എനിക്ക് തോന്നുന്നത്, ഇവിടെ നമ്മുടെ ബാച്ചലർ യുവരക്തങ്ങൾ ഉണ്ടെങ്കിൽ, കോളേജ് മേറ്റ്സുകൾ ഉണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി പറയാം. മറ്റുള്ളവർക്ക് വേണ്ടെന്നല്ല കേട്ടോ, ഞാൻ അവരുടെ ലഘൂകരിച്ചതാണ്. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാമ്പസിനകത്ത് നിൽക്കുമ്പോൾ അവിടെയാണ് ഈ സംഭവം, കൗമാരത്തിലാണ് ഇത് കൂടുതൽ ഉണ്ടാവുക. ഒരു പെൺകുട്ടിയോ ഒരു പയ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എടുക്കുന്ന വിദ്യ വളരെ സിമ്പിളാണ്. ഞാനൊക്കെ ഇത് എൻ്റെ ഭാര്യ കേൾക്കുന്നില്ലല്ലോ, ഞാനൊക്കെ ഇത് കലക്കി കുടിച്ചു വന്നാട്ടോ, അതുകൊണ്ടാ പറഞ്ഞു. നമ്മൾ പിന്നെ അവരെ ആകർഷിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനയും, എല്ലാ രീതികളും മെനയും. ഏതൊക്കെ രീതിയിൽ അവരുടെ അറ്റൻഷൻ എടുക്കാൻ പറ്റും, അവരെ ആകർഷിക്കാൻ പറ്റും, അവർ നമ്മളിലേക്ക് അടുപ്പിക്കാൻ പറ്റും എന്നുള്ള വഴികളൊക്കെ ആലോചിക്കും അല്ലേ? Is it right? Am I right? എത്ര പേര് ഇത് അംഗീകരിക്കുന്നു? നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയും. ജസ്റ്റ് കമോൺ, യെസ് എന്ന് പറയും. നിങ്ങൾ അംഗീകരിച്ചവർ മാത്രം ഉള്ളവർ, ഇല്ലാത്തവരുണ്ട് കേട്ടോ. ഇല്ലാത്ത ഞാൻ പറയും, നിങ്ങൾക്ക് വികാരം ഉണ്ടായിട്ടില്ല. വികാരമുള്ളവരെല്ലാവരും ഇങ്ങനെയാണ് അല്ലേ? മനുഷ്യനല്ല, ജീവജാലങ്ങളുടെ അടിസ്ഥാന തത്വമാണ്. യെസ്, റൈറ്റ്. അപ്പോ ആ നിയമം വർക്കാവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ട ആവശ്യമുള്ള സംഭവം നമുക്ക് ആകർഷിച്ചെടുക്കാൻ പറ്റാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് വേണ്ട ഒരു സാധനത്തെ അതുപോലെ നമുക്ക് ആകർഷിച്ചെടുത്തുകൂടെ? അന്ന് നമുക്ക് സാധ്യമായിട്ട് ഇന്നെന്താ നമുക്ക് പവറില്ലാതെ പോയോ? പവർ കൂട്ടണം. അല്ലെ, സൗന്ദര്യമില്ലാതെ പോയോ? സൗന്ദര്യം കൂട്ടണം. അല്ലേ? ഇതെല്ലാം കൂട്ടാൻ പറ്റുന്ന സാധനമാണല്ലോ. അപ്പോൾ ഇത് സാധ്യമായി. ഇതിൽ കുറെ നിയമങ്ങളൊന്നും പഠിക്കണ്ട. ആവശ്യമുള്ളതിനെ ഫോക്കസ് ചെയ്താൽ മാത്രം എനിക്കിത് വേണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര രസമുള്ളൊരു സംഭവമായിരുന്നു. ഞാനത് നിങ്ങളോട് പ്രത്യേകിച്ച് ശ്രദ്ധയപ്പെടുത്താം. നിങ്ങളത് ആലോചിച്ച് നോക്കണേ, ഇങ്ങനെ ചെയ്യുമെന്ന്. ഒരു സദ്യക്ക് പോയി. സദ്യക്കെന്നല്ല, ഒരു വലിയൊരു ഫംഗ്ഷന് പോയി. അപ്പൊ അവിടെ ബൊഫയാണ്, ഫുൾ ബൊഫെ സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്, എല്ലാ സാധനങ്ങളും. അപ്പൊ എൻ്റെ ഫ്രണ്ട് ഒരു സാധാ സിമ്പിളാണ്, അതായത് സാധാരണക്കാരിൽ വലിയ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒന്നും പോയിട്ട് പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പൊ എൻ്റെ കൂടെ വന്നതാണ്. പുള്ളി അവിടെ കണ്ടപ്പോൾ ആ സെറ്റപ്പ് കണ്ടപ്പോൾ പുള്ളിക്ക് ആകെ ഒരു വല്ലായ്മയായി. ഇത്രയും വലിയ സ്ഥലത്ത് ഇത്രയും വലിയ സെറ്റപ്പ്, ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി അല്ലേ, എങ്ങനെയാ ചെയ്യുക?
അങ്ങനെ അവിടെ എല്ലാ സാധനവും നിരത്തി വെച്ചിട്ടുണ്ടാവില്ല. എല്ലാ നല്ല ആദ്യം നല്ല ജ്യൂസ് ഉണ്ട്, നല്ല സാധനങ്ങളുണ്ട്, ഫ്രഷ് ജ്യൂസുകൾ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, വാ നമുക്കൊരു ജ്യൂസ് കുടിക്കാം എന്നുകൊണ്ട് പോയി. പുള്ളിക്കാരൻ ജ്യൂസ് ഇരിക്കുന്ന ബോട്ടിലും അത് ജ്യൂസ് ഇരിക്കുന്ന ഗ്ലാസും ഒക്കെ കണ്ടപ്പോൾ ഒരു വല്ലായ്മ അവസ്ഥ. കാരണം ഇങ്ങനെ കുടിച്ചിട്ടില്ല. പുള്ളി പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു എല്ലാം എടുത്തോ. അല്ല എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ടാഞ്ഞിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും. ഇത് ശ്രദ്ധിക്കണം, ഇത് മനുഷ്യനുണ്ടാകുന്ന ഒരു വിഷയമാണ്. നിങ്ങളൊക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ടോ നോക്കണം. അവിടെ പോയി അവസാനം ഞാൻ ഒന്ന് എടുത്തു. ഞങ്ങൾ രണ്ടുപേരും വന്നിരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് രണ്ടെണ്ണം എടുത്തു. വന്നിരുന്നു ഞങ്ങൾ ഒരു ചെയറിലും ടേബിളിൽ ഇരുന്നു. അവിടെ എത്തിയപ്പോൾ ഞാൻ കുടിക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്ക് എന്നാ കുടിക്കാന്നായി. പുള്ളി കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റാണോ, ഇത്ര ഇങ്ങനെ ടേസ്റ്റ് രുചിയുണ്ടോ ഈ ജ്യൂസിൽ നിന്നൊക്കെ പുള്ളി ചോദിക്കുകയാണ്. കാരണം പുള്ളി അങ്ങനെ ജീവിതത്തിൽ അത്രയും ഈ എക്സ്ട്രാക്റ്റഡ് ജ്യൂസുകളൊന്നും കുടിച്ചിട്ടില്ല. പക്ഷെ അവിടെ ഭയങ്കര ഫിയർ ആയിരുന്നു പുള്ളിക്ക്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഫിയർ ഉണ്ടായാൽ ആൾക്ക് പിന്നെ അതുപോലെ സ്ഥലങ്ങളിൽ പോകാൻ പറ്റുമോ? ഇത് സാധാരണക്കാരൻ്റെ ഒരു വിഷയമാണ്. സാധാരണക്കാരൻ അവിടെ നിൽക്കും, അതിലേക്ക് പോകാൻ പറ്റില്ല. ഇതേപോലെ അല്ലേ പലപ്പോഴും പണത്തിന്റെ കാര്യത്തിലും സുഖത്തിന്റെ കാര്യത്തിലും സന്തോഷത്തിന്റെ കാര്യത്തിലും വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്? എനിക്കത് കിട്ടില്ല കേട്ടോ സാറേ. ഇന്ന് ഒരു പ്രിയപ്പെട്ട സഹോദരി എനിക്ക് അഡ്മിൻ അയച്ചൊരു മെസ്സേജ് എനിക്ക് കിട്ടിയത്. അവർ 4 മിനിറ്റ് 42 സെക്കൻഡാണ് സഹോദരി പറഞ്ഞത്. ഒരു പാവം വീട്ടമ്മയാണ്, 52 വയസ്സായ വീട്ടമ്മ. ഞാനത് പറയണം, എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്കറിയാം. ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മറുപടി കിട്ടാത്തതുകൊണ്ട് സഹോദരി എനിക്ക് നിങ്ങളോട് പറയാൻ മറുപടിയില്ല. കാരണം പറഞ്ഞത് 14-ാമത്തെ വയസ്സിൽ മുതൽ, കാരണം ഇങ്ങനെ 14 വയസ്സ് മുതൽ ഞാൻ കഷ്ടത അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം കഷ്ടതകൾ. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് 14 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പീഡനം തുടങ്ങി. ആ ജീവിതം ഇത്ര എത്തി. ഇപ്പൊ 52 വയസ്സെത്തി. 52 വയസ്സിലെ സ്റ്റോറിയിൽ മുഴുവൻ കഷ്ടതകൾ. ഒരു സ്ഥലത്ത് പോലും ഒരു നിമിഷം പോലും അവർ സന്തോഷിച്ചതായി പറഞ്ഞില്ല. ഇപ്പോൾ മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു, മക്കളൊക്കെ നല്ല നിലയിലാണ്, മക്കളൊക്കെ ജോലിയായി. ഇപ്പോഴുള്ള പ്രശ്നം മക്കളെയൊക്കെ കെട്ടിച്ചു വിടാനും ഒക്കെയായി അമ്മ എടുത്ത ലോൺ 60 ലക്ഷം രൂപയാണ്. കിടപ്പാടമൊക്കെ പണയം വെച്ചിട്ട് 60 ലക്ഷം രൂപ എടുത്തിട്ട് മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു. മക്കൾക്കെല്ലാം കൊടുക്കേണ്ട ഓഹരിയൊക്കെ കൊടുത്തു, എല്ലാം സ്വസ്ഥാണ്. ഇപ്പോൾ അമ്മയ്ക്കുണ്ടായ വീടും വളപ്പും 60 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തിട്ട് അതിന്റെ തിരിച്ചടവ് മുടങ്ങിയിരിക്കുകയാണ്. ഞാൻ എങ്ങനെ അടക്കും? എന്റെ മരണം ഈ വീട്ടിൽ നടക്കാതെ പോകുമല്ലോ. എന്ത് മറുപടിയാണ് ഞാൻ കൊടുക്കുക? എന്ത് മറുപടി എനിക്ക് സാധ്യമാക്കും? എനിക്കൊന്നും പറ്റില്ല സഹോദരി. കാരണം ഒന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്താ ഞാൻ പറയാ? അതിനകത്ത് എന്ത് വഴിയാ പറയാ? ഒരു വഴിയും പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോ നിങ്ങൾ എത്ര കൂട്ടിക്കൂടിയാലും മിറാക്കിൾ സംഭവിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തേ പറ്റും, അല്ലേ? ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. കാരണം അതിന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഒരു ദിവസം ഞാൻ പറയുന്നുണ്ട് നിങ്ങളോട്, കടം കൊടുക്കരുത്, കടം വാങ്ങരുത്. അന്ന് നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന പൊസിഷൻ മാറുമോ നോക്കട്ടെ. 2 ആൾക്കാർക്കും കുറച്ച് ഒരു കിക്ക് ഞാൻ തരുന്നുണ്ട്. അപ്പൊ അതല്ല നമ്മുടെ വിഷയം. ഞാനത് വിഷയത്തിലേക്ക് വന്നു പോയി എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കാര്യങ്ങളെ, അതായത് നമ്മൾ ഈ മനസ്സിനെ പാകപ്പെടുത്തുന്നതിനെ പറ്റിയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഇതിന് ഫണ്ടമെന്റലായിട്ട് ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു നിയമമുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ഭാവനയെ പുഷ്ടിപ്പെടുത്താൻ, നമ്മുടെ ഇമാജിനേഷൻ പവറിനെ കൂട്ടാൻ, വിഷ്വലൈസേഷൻ ത്വരിതപ്പെടുത്താൻ, വിഷ്വലൈസേഷൻ ശക്തമാക്കാൻ. ഇപ്പൊ ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ടെസ്റ്റ് ചെയ്തു അല്ലെ, വിഷ്വലൈസേഷൻ ശരിയാവാത്തതാണ് നമ്മുടെ വിഷയം. അടുത്തൊരു ക്ലാസ് വരുന്നുണ്ട് നിങ്ങൾക്ക് 12 മണിക്കൂർ കൊണ്ട് വിഷ്വലൈസേഷൻ ശക്തമാക്കുന്ന അവസ്ഥ. കാരണം നിങ്ങൾ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് 12 മണിക്കൂറും ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം 24 മണിക്കൂറാണ് പറഞ്ഞത്. അത് ഉടനെ തന്നെ നമുക്ക് ഒരു ദിവസം ടെസ്റ്റ് ചെയ്യാം. ഇന്ന് പറഞ്ഞു വരുന്നത് ഇത് എങ്ങനെ സാധ്യമാകും എന്നതിനെ പറ്റിയിട്ടാണ്. അത്ഭുതമായ ഒരു അവസ്ഥ ഉണ്ടാവാൻ, അത്ഭുതമായ മാറ്റം ഉണ്ടാവാൻ നിങ്ങൾ ഒന്നിൽ മാത്രം വിശ്വസിച്ച് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിന്നാൽ മതി. അതിന്റെ പേരാണ് ലോ ഓഫ് അട്രാക്ഷൻ. പ്രപഞ്ചത്തിലെ നിയമത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജീവിത പരിവർത്തനത്തിന് ഈ നിയമം ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്.
എന്തുകൊണ്ടാണെന്നറിയാം? അതിന് നിയമം വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ്. ഏതൊരാൾക്കും ചെയ്യാവുന്ന നിയമമായതുകൊണ്ടാണ്. എന്താണ് ചെയ്യുക? നമ്മുടെ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനെ കൃത്യമായി കാണാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ആ നിയമത്തെ അത്രയേ ഉള്ളൂ, വേറെ ഒന്നും അതിന് ആലോചിക്കണ്ട. നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യം നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നോ, ദൃശ്യവൽക്കരണം നടത്താൻ പറ്റുന്നോ, പിന്നെ അവിടെ നിയമം വിജയിച്ചു. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അത് കാണാൻ പറ്റുന്നില്ലേ, അതിനു വേണ്ടി കുറച്ച് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. കുറച്ച് മെഡിറ്റേഷൻ ചെയ്യേണ്ടി വരും, കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് നടത്തേണ്ടി വരും, കുറച്ച് ഫൊർഗീവ്നെസ് തെറാപ്പികൾ ചെയ്യേണ്ടി വരും. കാരണം ബ്ലോക്കേജ് ആയി നിൽക്കുന്ന നമ്മുടെ സിസ്റ്റത്തെ ഓപ്പൺ ആക്കി വെക്കേണ്ടി വരും. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെച്ചെടുത്ത് കിട്ടില്ല. ഇത് വളരെ കൃത്യമായി നടക്കാം. ഈ ഒരൊറ്റ അത്ഭുതത്തെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഒരൊറ്റ അത്ഭുതം, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. കാരണം ബാക്കി എന്ത് വേണമെങ്കിൽ ലോകത്ത് നടന്നോട്ടെ, മുകളിലേക്ക് എറിഞ്ഞ ഒരു വസ്തു താഴോട്ട് വരുമെന്നുള്ള നിയമം ഇവിടെ ഉണ്ടെങ്കിൽ, അത് പ്രാവർത്തികമാണെങ്കിൽ, നിങ്ങൾ കണ്ട സംഭവം, നിങ്ങൾ വിഷ്വലൈസ് ചെയ്തൊരു സാധനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ എവരിബഡി, എത്ര പേർക്ക് വിഷ്വലൈസേഷൻ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് തെളിയിച്ചവരുണ്ട്? പറയൂ, മീ എന്ന് പറയൂ. ടീച്ച് us to visualize. Yes, that's what I am doing it. ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ ഞാൻ പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. വിഷ്വലൈസേഷൻ എല്ലാവർക്കും സാധ്യമാണ്. ഒരുപാട് മിറാക്കിളുകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പറ്റുന്നില്ല എന്നുള്ളതാണ് പലരും പറയാറുള്ളത്. ദാറ്റ്സ് ട്രൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ലെന്ന് ഞാൻ പറയും. കാണാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, വിഷ്വലൈസ്. അല്ലെ, ഞാൻ പിങ്ക് ആനയെ പറ്റി പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അവിടെ കൊണ്ടുവന്ന് നമ്മൾ മറ്റൊരു സാധനത്തെ ചേർക്കും, അല്ലെ? അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇതിൽ നിന്നും പിന്നോട്ട് പോകുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഞാൻ പഠിപ്പിക്കുമ്പോൾ അതിൽ നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവർ കൂട്ടാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കുറേ നിയമങ്ങൾ പറയുന്നു. അത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവർ ഓപ്പൺ ആയി കിട്ടും. ഇനി കിട്ടാത്തവർക്ക് അതിന് പിന്നാണ്. കാരണം എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. കാരണം മെന്റൽ ബ്ലോക്കേജ് ഉള്ളവർക്ക് ഇത് സാധ്യമാവില്ല. എന്താണ് മെന്റൽ ബ്ലോക്കേജ്? മനസ്സിൽ ഒരുപാട് മാലിന്യങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഇത്രയും സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം. എൻ്റെ മനസ്സിൽ മാലിന്യങ്ങളുണ്ട്, ഞാൻ നെഗറ്റീവാണ് ചിന്തിക്കുന്നത്. ഇന്നൊരു സഹോദരി എന്നോട് നേരിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു, സാറേ പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പറയുന്നതിൽ കുറേ നെഗറ്റിവിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. ആ നെഗറ്റിവിറ്റിയാണ് എന്നെ തളർത്തുന്നതെന്നും അറിയാം. ആ തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. ഒരു പറ്റം നമ്മളോട് ഇരിക്കുന്നതിൻ്റെ 100 മടങ്ങിന് ആൾക്കാർ അപ്പുറത്തിരിപ്പുണ്ട്, ഇതൊന്നും അറിയാതെ ജീവിതത്തെ പരിതപിച്ച് കളയുന്നത്. പക്ഷെ നമ്മൾ ഇനി പരിതപിക്കാനില്ല എന്ന് തീരുമാനിച്ചവരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ കൃത്യമായി തന്നെ നമുക്ക് പോകാം. ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം. എല്ലാം റെഡിയാണോ? സിമ്പിളായിട്ട് റെഡിയാണ്. ടൈപ്പ് ചെയ്തോ. റെഡിയാണെങ്കിൽ റെഡിയാകും. സിമ്പിളായിട്ട് പറയാം. സിമ്പിളായിട്ട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചില്ല, നാളെ എന്നോട് പറഞ്ഞാൽ മതി. നാളെയോ മറ്റൊന്നോ പറഞ്ഞാൽ മതി, വർക്ക് ചെയ്യുന്നു കേട്ടോ. യെസ് 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 നിങ്ങൾ ഇന്നേരം ഉപയോഗിച്ച് നോക്കുമോ. നാളെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ഒരാൾ വന്ന് പറയുന്ന പോലെ എനിക്ക് 35,000 കിട്ടി, 50,000 കിട്ടി, കരിമണിമാല കിട്ടി എന്ന് പറയുന്ന പോലെ നിങ്ങൾ യെസ് റെഡി, ദാറ്റ് ഈസ് റെഡിയാണ്. എല്ലാവരും കണ്ണുകളൊന്ന് അടക്കുക. ക്ലോസ് യുവർ ഐസ്. ഇത്രയേ ഉള്ളൂ വിഷ്വലൈസേഷൻ കേട്ടോ. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് ഇത്രയും സിമ്പിൾ ആക്കണ്ടോ. എവരിബഡി സിറ്റ് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ. നല്ല സ്ഥലത്തിരിക്കുക, ഒരു കംഫർട്ടായ സ്ഥലത്തിരിക്കുക. വോൺ ടൈം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിലുണ്ട് ഇവിടെ. കിടക്കുന്നവർ എഴുന്നേറ്റിരിക്കണേ. കിടത്തത്തിൽ കിട്ടില്ല, ബ്രെയിൻ ഒരു സൈഡിലേക്ക് പോകും, സിസ്റ്റം അത് കിട്ടില്ല. ഇരിക്കുക, കംഫർട്ടായിട്ട് ഇരിക്കുക. ചെസ്റ്റ് കറക്റ്റ് ലെവലിൽ വെക്കുക. നേരെ സ്ട്രെയിറ്റ് നോക്കുക. ആംഗിളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. തല താഴോട്ടും ആവരുത്, മുകളിലോട്ടും ആവരുത്. അത് കറക്റ്റ് പൊസിഷനിൽ വെക്കുക. ഇതിൻ്റെ ഒരു അലൈൻമെന്റ് ആണ്. നട്ടൽ നേരെയാക്കുക. എല്ലാവരും ഇരുന്നല്ലോ. ഓക്കെ, ഇനി ബ്രീത്ത്, നല്ല ഡീപ്പായി ഒരു ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. റിലാക്സ് റിലാക്സ്. വീണ്ടും ശ്വാസം
ദീർഘമായ ശ്വാസം കഴിക്കുക. റിലാക്സ് യുവർ ബോഡി, ഫുള്ളി റിലാക്സ് യുവർ ബോഡി. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബലമൊന്നും കൊടുക്കാതെ ബ്രീത്ത് ഔട്ട് ആക്കണേ. റിലാക്സ് ആവണം, ഫുള്ളി റിലാക്സ് ആവുന്നുണ്ട്. യു ആർ ഗോയിങ് ടു റിലാക്സ് നൗ. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ പറ്റി ഓർക്കുക. അത് പണമാവാം, ഒരു വ്യക്തിയാവാം, ഒരു സംഭവമാകാം, ഒരു സ്ഥലമാകാം, എന്തുമാകാം. അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ അടിയിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സോഫയിലാവാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അത് മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെട്ടതൊന്നുമില്ല എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ തൊട്ടടുത്ത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെ പറ്റി ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്പേസ് നൽകിയ, ഇപ്പോൾ നിങ്ങൾ ഇരുന്ന് അനുഭവിക്കുന്ന ഹാപ്പിനെസ് മാസ്റ്ററി ആലോചിക്കുക. എങ്ങനെയായാലും കുഴപ്പമില്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നിനെ പറ്റി ആലോചിക്കുക. ഓക്കെ, ഗോട്ട് ഇറ്റ്? റിലാക്സ്, റിലാക്സ്. ഇപ്പോൾ നിങ്ങൾ ആ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇരിക്കുകയാണ്. നിങ്ങൾ ഫുള്ളി റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ മനസ്സും ശരീരവും മുഴുവൻ ഏകമായിരിക്കുകയാണ്. മനസ്സ്, ശരീരം, ആത്മാവുമായി നിങ്ങൾ കണക്ട് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ആ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ആവാൻ ആഗ്രഹമുള്ളത് എന്താണോ അതിനെപ്പറ്റി മാത്രം ആലോചിക്കുക. നിങ്ങളൊരു എന്റർപ്രണർ ആവണമെങ്കിൽ ആ എന്റർപ്രണറായി നിങ്ങൾ നടക്കുന്ന ആ ഒരു സൂട്ടും കൂട്ടും അല്ലെങ്കിൽ കാറും കാര്യങ്ങളും ആലോചിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അഭിവൃദ്ധി ലഭിക്കുമ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നതിനെ പറ്റി ആലോചിക്കുക, എന്നതിനെ പറ്റി മാത്രം ചിന്തിക്കുക. നിങ്ങൾ ശ്വാസോച്ഛ്വാസം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഒന്നുകൂടി ബലപ്പെടുത്തുക. ഇനി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ അതൊന്ന് അനുഭവിക്കാൻ ശ്രമിക്കുക. എവിടുന്ന നിങ്ങളുടെ വയറ്റിൻ്റെ അടിയിൽ നിന്നും കീഴ്വാറ്റിൽ നിന്നും ആ അനുഭവം, ആ സന്തോഷം ഇങ്ങനെ കയറി വരണം. വയറ്റിൻ്റെ അടിയിൽ നിന്നാണ് ഇത് വരുന്നത്. അവിടെയാണ് ആദ്യം നമുക്ക് അനുഭവം ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് കാശാണ് ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 കോടി രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ കിട്ടിയത്, അല്ലെങ്കിൽ 50 ലക്ഷം കിട്ടിയത്, അല്ലെങ്കിൽ 1 ലക്ഷം കിട്ടിയതായിട്ട് അനുഭവിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നതായിട്ട് അനുഭവിക്കുക. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അനുഭവിക്കുക. അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്ന അറിയുക. നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ മുഖത്ത് നല്ല പുഞ്ചിരിയോടുകൂടി നിങ്ങളത് അനുഭവിക്കുകയാണ്. വയറ്റിൽ നിന്ന് മുകളിലോട്ട് കയറി വന്ന ആ സന്തോഷം നിങ്ങളുടെ മുകളിലോട്ട് കയറി വന്ന് നിങ്ങളുടെ മുഖത്താകെ പ്രസന്നമായി, കണ്ട എൻ്റെ മുഖമൊക്കെ വെളിച്ചം മാറുന്ന കണ്ട പോലെ, അതുപോലെ മുഖമാകെ പ്രസന്നമായി നിങ്ങൾ അതിങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത്, ഇഷ്ടപ്പെട്ട ഒരാളെടുത്ത് നിങ്ങൾ ഇത് ലഭിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ആ ഇരുത്തത്തെ പറ്റി ഒന്ന് ആലോചിക്കുക. റെഡി? നിങ്ങൾ നല്ല പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളുമുണ്ട്. അധികാരമുണ്ട്, സമ്പത്തുണ്ട്, സമൃദ്ധിയുണ്ട്, സന്തോഷമുണ്ട്, ഐശ്വര്യമുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഒരു ഭാഗത്ത്, മുഖത്ത് മാത്രം നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. ആരോടും പരിഭവമില്ല, പരാതികളില്ല, ഒന്നുമില്ല. നിങ്ങൾ പൂർണ്ണമായി നിങ്ങളായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം ഇങ്ങനെ തിളങ്ങുകയാണ്. നിങ്ങൾക്ക് സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് അത് അനുഭവിക്കുന്ന അവസ്ഥയുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തോ നിങ്ങൾ എത്താൻ നിന്ന് അത്ഭുതമായി മാറിയ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു സംഭവം നിങ്ങൾക്കെല്ലാം കിട്ടിയിരിക്കുന്നു. മുമ്പിൽ അനുഭവിക്കുക, പൂർണ്ണമായി അനുഭവിക്കുക. ഈ അനുഭവത്തിന്റെ ഇടയിൽ നിങ്ങൾ ചെറുതായിട്ട്, നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ഈ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആഗ്രഹിച്ച് ചെറുതായിട്ടുള്ളൊരു സാധനമായിരിക്കാം. സാറേ, എനിക്ക് നാളെ ഒരു 10,000 രൂപ വേണം, അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരു 50,000 രൂപ വേണം, അല്ലെങ്കിൽ എൻ്റെ കച്ചവടം നാളെ, ഇപ്പോൾ ഇന്നുണ്ടായ 25,000 കച്ചവടത്തിൽ നാളെ 50,000 കച്ചവടമാവണം. ഇത് മാത്രമാണ് എൻ്റെ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹത്തെ അവിടെ കൊണ്ടുവന്ന് വെക്കുക. ആ ആഗ്രഹം നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ ഈ ഇപ്പോൾ ഇരിക്കുന്ന വലിയ സ്ഥലത്താണ്, പക്ഷെ നിങ്ങളുടെ ആഗ്രഹം ഇതിനു തൊട്ടു മുമ്പ് ചെറുതായിരുന്നു. ആ ആഗ്രഹത്തെ അവിടെ കൊണ്ടുവന്ന് വെക്കുക, അവിടെ നിർത്തുക. അപ്പോൾ നമുക്കത് സോ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ ഇത് എന്നുള്ള അവസ്ഥ വരും. കാരണം നമ്മൾ ആഗ്രഹിച്ചതൊക്കെ ചെറുതായിരുന്നു, പക്ഷെ നമ്മൾ എത്തിയിരിക്കുന്നത് വലിയ സ്ഥലത്താണ്. അവിടെ ആ സാധനം, എനിക്ക് നാളെ ഒരു കരിമണി മാല കിട്ടുന്നു,
അല്ലെങ്കിൽ എനിക്ക് ഓണപ്പുടവ കിട്ടുന്നു, അല്ലെ ഓണമല്ലേ ഇപ്പൊ എല്ലാവർക്കും അത് പറയാം. അങ്ങനെ ചെറിയ സന്തോഷം നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് വളരെ സിമ്പിൾ ആയ ഒരു സാധനമാണ്. സോ റിലാക്സ്, ഗെറ്റ് ഇറ്റ് ദാറ്റ് വൺ, റേസ് യുവർ ഹാൻഡ്സ്, ടേക്ക് ദ ഗിഫ്റ്റ്. സംബഡി ഈസ് ഗിവിംഗ് ഫോർ യു ദാറ്റ് വാട്ട് യു ആസ്ക് ദ യൂണിവേഴ്സ്. നിങ്ങൾക്ക് ആവശ്യമുള്ള യൂണിവേഴ്സിൽ ചോദിച്ചത് നിങ്ങൾ കൈകൊണ്ട് വാങ്ങിക്കുകയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് വാങ്ങിക്കുക. കാശായ കാശ്, പണമാണെങ്കിൽ പണം, സന്തോഷമാണ് സന്തോഷം, ഗിഫ്റ്റ് ആണെങ്കിൽ ഗിഫ്റ്റ്, എന്താണോ അത് നിങ്ങൾ കൈകൊണ്ട് വാങ്ങിക്കുന്നു. കൈ നീട്ടി വിൽക്കുക, വാങ്ങിക്കുക. കൈ നീട്ടാൻ വാങ്ങിക്കുക. നിങ്ങൾ വാങ്ങിച്ചു, അതിന് ഏറെ സന്തോഷത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടി നെഞ്ചോട് ചേർത്ത് വെക്കുക. താങ്ക് യു എന്ന് പറയുക. നോക്കിക്കോ, 24 മണിക്കൂറിനകത്ത് ഇത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിൽ എത്തിയിരിക്കും. ബിലീവ് ഇൻ ദാറ്റ്. റിലാക്സ് ആൻഡ് കം ബാക്ക് സ്ലോലി, കം ബാക്ക്. ഇപ്പോൾ നിങ്ങൾ നോർമൽ സ്റ്റേജിലേക്ക് വരികയാണ്. ഇപ്പോൾ ദിനേശ് സാറിൻ്റെ അടുത്ത് മാത്രം ഇരിക്കുകയാണ്. ഈ പ്രസന്നമായ മുഖം, മോട്ടിവേറ്റഡ് ആയ മുഖം നിങ്ങൾ കാണുകയാണ്. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് നേടാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയുമായി നിങ്ങളിപ്പോൾ തിരിച്ചു വരിക. ഓക്കെ, താങ്ക് യു. ഇനി ഈ ഫീഡ്ബാക്ക് എനിക്ക് സൺഡേ ക്ലാസ്സിൽ നിങ്ങൾ തന്നാൽ മതി. റെഡി? എവരിബഡി അഗ്രി? കരച്ചിൽ വന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? സന്തോഷം സഹിക്കാൻ, സന്തോഷ അശ്രുക്കളാണത്. സന്തോഷം കൊണ്ട് വരും, അത് വരട്ടെ, അത് വരണം. സന്തോഷം അങ്ങനെയാണ് നമ്മൾ അതിന്. സന്തോഷം ഉണ്ടായാലും നമുക്ക് വികാരഭരിതമാവും അല്ലെ? സങ്കടം വന്നാലും വികാരം വരും, സന്തോഷം വന്നാലും വരും. എവരിബഡി സെറ്റ് ആൻഡ് ഗോ. യെസ്, നോ പ്രോബ്ലംസ്, നോർമലി എവരിബഡി സെറ്റ് ആൻഡ് ഗോ. എന്ത് നേടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റും കൂടി തരാം. അത് യൂട്യൂബ് കാണുന്നവർക്കാണ്. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് തരാതെ പോകുന്നത് കാര്യം ശരിയല്ല എന്ന് കരുതി. കാരണം ഒരുപാട് ആൾക്കാർ യൂട്യൂബ് വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ തന്നൊരു ഓഫറിനെ അവിടെ വെച്ച ആൾക്കാർ എന്നെ വധിച്ചു. എന്നോട് പറഞ്ഞു, സാർ ഇത് ശരിയായ പരിപാടിയല്ല. ആകെ 100 പേരെ നിർത്തി നിങ്ങൾ ക്ലാസ് എടുക്കുകയും ചെയ്തു. ഞങ്ങളിവിടെ 10-25,000 ആൾക്കാർ ഇവിടെ നിൽക്കുന്നു, ഞങ്ങൾക്കൊന്നും തന്നില്ല, ഗിഫ്റ്റ് തന്നില്ല, ഓഫറൊന്നും തന്നില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ ജോയിൻ ചെയ്യും? സാർ ഞങ്ങൾക്ക് നോർമൽ പ്രൈസും ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഈ കുറച്ച് ആൾക്കാർക്ക് ഇത്രയും പ്രൈസ് ഒരു നീതിയല്ലെന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്തു. ഞാൻ ഇന്നലെയാണ് നമ്മൾ ആ ഓഫർ എൻഡ് ചെയ്തത്. ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ദിവസം കൂടി അവർക്കും കൂടി കൊടുത്തേക്കാം. കാരണം എന്തായാലും നമ്മൾ ആ ക്ലാസ് തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത്. ഞായറാഴ്ച ഞാൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ ആ ക്ലാസ് തുടങ്ങുന്നത്. അതുകൊണ്ട് ആ ഓഫർ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഓപ്പൺ ആക്കി തരികയാണ്. എന്താണത് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്താണ് ഓഫർ എന്ന് പറയൂ? എല്ലാം നിങ്ങളാണ് പറയുന്നത് ഇവിടെ അല്ലെ? ഞാനിവിടെ വെറും നിൽക്കുക മാത്രമാണ്. ഓഫർ വേണോ നിങ്ങൾക്ക്? ജോയിൻ ചെയ്യാൻ സാധിക്കാത്തവരുണ്ടായിരുന്നു, തരുമോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ പുറത്തിട്ടുണ്ട്. അവരെയും നമുക്ക് പരിഗണിച്ചേ പറ്റുള്ളൂ. പല സാഹചര്യം കൊണ്ട് വൈകിട്ട് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവരാണ്. പറ്റുന്നവരൊക്കെ ചാടി കയറുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ കയറി വരാൻ പറ്റും. അപ്പോൾ ആ ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ലോ ഓഫ് അട്രാക്ഷന്റെ കോഴ്സ് 5,000 rupees വിലയുള്ള കോഴ്സ് ലൈഫ് ടൈം മെമ്പർഷിപ്പോട് കൂടി ദിനേശ് സാറിന്റെ അടുത്തേക്ക് നിങ്ങൾ ലൈഫ് ടൈം ജോയിൻ ചെയ്യാൻ പോവുകയാണ്. വെറും 1999 1999 രൂപയ്ക്ക് ഇന്നും നാളെയുമാണതുള്ളത്. നാളെ കഴിഞ്ഞാൽ, അതായത് 6/9/2024 കഴിഞ്ഞാൽ ഇത് ചോദിക്കരുത്. വീഡിയോ ഞാൻ ഇപ്പോഴാണ് സാറെ കണ്ടത്, അതുകൊണ്ട് കണ്ടില്ല എന്ന് പറയരുത്. ദയവ് ചെയ്ത് പറയരുത്. ഞങ്ങൾക്കും വേണ്ടേ ജീവിതം അല്ലേ? അതുകൊണ്ട് പിന്നെയും വന്നുകൂടായികയില്ല കേട്ടോ, ഓഫർ വന്നുകൂടായികയില്ല. പക്ഷെ ഇപ്പോൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നവർക്ക് പേ ചെയ്യേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ ചെയ്യുക. നിങ്ങൾക്ക് നാളേക്ക് മാറ്റി വെക്കേണ്ടതില്ല. നമ്പർ വേണോ? നമ്പർ ഇല്ലാത്തവരുണ്ടോ? എല്ലാവരെയും നമ്മുടെ നമ്പർ ഉണ്ടാവും അല്ലേ? എന്നാലും നമ്പർ തരാം അല്ലേ? അഡ്മിൻ ഒന്ന് നമ്പർ കൊടുക്കാവോ? അഡ്മിൻ ഇല്ലെങ്കിൽ ഞാൻ തന്നെ തരാം. വേണ്ടവർ ആ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മാത്രം മതി. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പൊ ഇവിടെ ആ സംഭവം നമുക്ക് നിർത്താം അല്ലേ? സ്ക്രീൻഷോട്ട് അയക്കുന്ന നമ്പർ അഡ്മിൻ തന്നിട്ട് ചേർന്ന് വെച്ചാൽ, ഇല്ലാത്തവർ നാളെ അവിടെ നിന്ന് ചേർന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ അവിടെ എത്ര സിസ്റ്റമാറ്റിക് ആയിരിക്കും പഠിപ്പിക്കാന്ന് എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ചു, സാർ എന്ത് പണി ഈ കാണിക്കുന്നത്? എല്ലാ സാധനവും സാറ് ഫ്രീ ക്ലാസ്സിൽ പോയി കൊടുത്താൽ പിന്നെ സാറിന് എവിടെയാണ് വരുമാനം വരുന്നത്? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അതൊക്കെ വന്നോളൂ.
അതൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. കാരണം നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയാൽ ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിത് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. കാരണം 8:30 ഇവിടുത്തെ 8:20 ആയി. 8:30 എനിക്ക് എയർപോർട്ടിൽ പോകണം. അപ്പം ഞാൻ ഇന്ന് ഉപസംഹരിക്കുന്നു. നാളെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് വരാൻ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാവരും പേ ചെയ്യുന്നവർ ഇപ്പം തന്നെ പേ ചെയ്തോളൂ. എന്നിട്ട് ക്ലാസ്സിൽ എൻ്റർ ചെയ്തോളൂ. തിങ്കളാഴ്ച രാവിലെ ക്ലാസ് തുടങ്ങും. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര.